ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വരറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിന്റെ 323 സെഷനാണല്ലോ ഇത്. 4-ാം പ്രമാണത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ടുള്ള 24-ാമത്തെ വിചിന്തനവും. നമ്മൾ കഴിഞ്ഞ സെഷനില് എഫെസോസ് ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ ഭാര്യാഭർത്താക്കന്മാർക്ക് നൽകുന്ന ഉപദേശങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. 5-ാമത്തെ അധ്യായത്തിൽ അതില് ഭാര്യമാർക്കുള്ള ഉപദേശത്തിന്റെ വശമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഭർത്താക്കന്മാർക്ക് എല്ലാ കാര്യങ്ങളിലും ഭാര്യമാർ വിധേയരായിരിക്കണം എന്ന അപ്പോസ്തലൻ പറയുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോടുള്ള ബന്ധം മാത്രമല്ല, മക്കൾക്ക് മാതാപിതാക്കളോടും, വിദ്യാർത്ഥികൾക്ക് അധ്യാപകരോട്, അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിന് സഭാപിതാക്കന്മാർ, സഭാധ്യക്ഷന്മാരോട്, ഭരണീയർക്ക്, ഭരണകർത്താക്കൾക്ക് ഉണ്ടായിരിക്കേണ്ട ബന്ധത്തിൻ്റെ ഒരു ശൈലി അവിടെ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്, നമുക്ക് നൽകപ്പെടുന്നുണ്ട്, കാണുകയുണ്ടായി. അതിൻ്റെ ബാക്കി നമ്മൾ വായിച്ചു വരുമ്പോൾ ഭർത്താക്കന്മാർക്കുള്ള ഉപദേശങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. നമ്മളതേപ്പറ്റി കഴിഞ്ഞ സെഷന്റെ ആരംഭത്തിൽ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. സഭയുടെ മതബോധന ഗ്രന്ഥത്തിനകത്ത് ശ്രദ്ധിച്ചുകൊണ്ട് 4-ാം പ്രമാണം മക്കള് മാതാപിതാക്കന്മാരുടെ നിരക്ക് മാത്രമല്ല, മുകളിൽ നിന്നുള്ളവർക്ക് താഴോട്ടുള്ള ബന്ധത്തെക്കുറിച്ചും പരാമർശിക്കുന്നതാണ് എന്നും. അതുകൊണ്ട് ഇവിടെ പുസ്തകം ഉപദേശം നടക്കുമ്പോൾ ഭാര്യമാർക്ക് ഉപദേശം, പിന്നെ ഭർത്താക്കന്മാർക്കുള്ള ഉപദേശം കൊടുക്കുകയാണ്. ഭർത്താക്കന്മാർക്കുള്ള ഉപദേശം ഭർത്താക്കന്മാർക്ക് മാത്രമല്ല, ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന മാതാപിതാക്കള്, അല്ലെങ്കിൽ അധികാരികള്, അല്ലെങ്കിൽ ആത്മീയ പിതാക്കന്മാർ, ആത്മീയ അധ്യക്ഷന്മാര്, അങ്ങനെയുള്ള അധികാര സ്ഥാനത്ത് നിൽക്കുന്ന, ചുമതല സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് അവിടെ ചുമതല കേൾപ്പിക്കപ്പെട്ടിരിക്കുന്നതിനുള്ള ബന്ധത്തെപ്പറ്റി കാണിക്കുന്നതാണ്. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്ന 25 വരെ വാക്യങ്ങളില് ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. ഭർത്താക്കന്മാർക്കും അതുപോലെയുള്ള യുവനസാർക്ക് എല്ലാവർക്കും ഉള്ള ഉപദേശം പൗലോസ് അപ്പോസ്തലൻ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ക്രിസ്തു എങ്ങനെ സ്നേഹിച്ചു, ക്രിസ്തു ജനത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി എങ്ങനെ പെരുമാറി, എന്ത് ചെയ്തു, അതിലേക്കാണ് കൊണ്ട് നേരെ ബന്ധിപ്പിക്കുന്നത്. ഈ വചനഭാഗത്തിന്റെ അവസാനം അപ്പോസ്തലൻ പറയുന്നത് നമുക്കറിയാം, ഇതൊരു വലിയ രഹസ്യമാണ്. നമ്മളതേപ്പറ്റി നേരത്തെ ചിന്തിച്ചതാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്, സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ഭാര്യാഭർത്തൃ ബന്ധത്തെപ്പറ്റി മാത്രമല്ല, സഭയും ക്രിസ്തുവുമായിട്ട് ബന്ധം നമ്മൾ മാതൃകയാക്കേണ്ടത് മറ്റെല്ലാ മേഖലയാണെന്നുള്ള വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്. അത് മനസ്സിൽ വെക്കണം. അപ്പൊ ഇവിടെ മാതൃക ക്രിസ്തു എങ്ങനെ സഭയെ സ്നേഹിച്ചു, ക്രിസ്തു എങ്ങനെ സഭയ്ക്ക് തന്നെ സമർപ്പിച്ചു എന്നുള്ളതാണ്. അതുപോലെ ആയിരിക്കണം. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് സ്വയം സഭയ്ക്കായിട്ട് സമർപ്പിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം. താഴവേളയിൽ ഈശോ പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം.
എന്നിട്ട് പറയും സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. യോഹന്നാന്റെ സുവിശേഷത്തില് 15-ാമത്തെ അധ്യായത്തില് 10 മുതലുള്ള വാക്യങ്ങളില് സ്നേഹത്തെ പറ്റി പറയുമ്പോൾ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. അപ്പോൾ ജീവൻ അർപ്പിച്ചുകൊണ്ടുള്ള സ്നേഹം, ഈ ജീവൻ അർപ്പിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം സ്നേഹിതർക്ക് വേണ്ടി എന്ന് ഈശോ എടുത്തു പറയുകയാണ്. ഈശോ സ്നേഹിച്ചത് സ്നേഹിതർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപാട് വ്യക്തികളുടെ സ്നേഹമല്ല, ഒരുപാട് അവസരങ്ങളിലെ സ്നേഹം നമ്മൾ ആരെ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടിയല്ല, ആര് സ്നേഹിക്കുന്നു സ്നേഹിക്കുന്ന ആളിന് വേണ്ടി തന്നെ ആയി പോകുന്നുണ്ട്. അത് ശരിയല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് സ്നേഹിക്കുമ്പോൾ എങ്ങനെ സ്നേഹിക്കണം? ഈശോ പറയുന്നത് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് സ്നേഹിക്കണം എന്ന് വെച്ചാൽ ആരെ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടി സ്വയം കൊടുത്തുകൊണ്ട്, സ്വയം ബലിയായിക്കൊണ്ട്. നമ്മൾ പണ്ട് അമേരിക്കയിലെ ജോൺ എഫ് കെന്നഡിയുടെ ഒരു പ്രസംഗത്തിന്റെ ഒരു പ്രസിദ്ധമായ പ്രസ്താവന നമ്മൾ പലപ്പോഴും അവിടെ കേട്ടിട്ടുണ്ട്. അമേരിക്ക നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചിന്തിക്കാതെ നിങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു അങ്ങനെ ചിന്തിക്കണം എന്ന് പറയുന്ന പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ സ്നേഹത്തിന്റെ ബന്ധത്തില് എനിക്ക് മറ്റേ ആളിൽ നിന്ന് എന്ത് കിട്ടി, എന്ത് കിട്ടുന്നു, എന്ത് കിട്ടണം, എന്ത് കിട്ടുന്നില്ല, അങ്ങനത്തെ ചിന്തയിലേക്ക് പോകാതെ ഈ സ്നേഹത്തിന്റെ ബന്ധത്തിൽ ഞാൻ ആയിരിക്കുമ്പം ഞാൻ വഴി ആ വ്യക്തിക്ക് എന്താണ് നീ കൊടുക്കാൻ പറ്റുക, അങ്ങനെ വേണം ചിന്തിക്കാനായിട്ട്. ഞാൻ സൂചിപ്പിച്ചത് നമ്മളിന്ന് ഒരുപാട് സ്നേഹബന്ധങ്ങൾ സ്വാർത്ഥപരമാണ്. നമ്മൾ പേപ്പറിലൊക്കെ പലപ്പോഴും വായിക്കും, പ്രണയ അഭ്യർത്ഥന നടത്തി യുവാവ് യുവതിയുടെ മക്കള്, അവളത് നിരസിച്ചു. അതുകൊണ്ട് പിന്നെ ആ മനുഷ്യൻ ചെയ്യുന്നത് പെട്രോളുമായിട്ട് ചെന്നിട്ട് പാത്തിരുന്നിട്ട് അവളുടെ മേലെ പെട്രോൾ ഒഴിക്കുന്നു, തീയിടുന്നു, കുത്തുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് സ്നേഹമേ അല്ലെന്ന് നമുക്കറിയാം. അവളെ സ്വന്തമാക്കാൻ അത് സ്വാർത്ഥതയാണ്. സ്വന്തം ഇഷ്ടത്തിന്റെ ഒരു ബലിയാടായിട്ട് മറ്റേ വ്യക്തിയെ കാണുകയാണ്. എൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കാനുള്ള മാർഗമായിട്ട് മറ്റേ വ്യക്തിയെ കാണുകയാണ്. നമുക്ക് ഏതെങ്കിലും വ്യക്തിയുള്ള ബന്ധത്തിൽ ഈ ഒരു മേഖലയിലുള്ള അസ്വസ്ഥത അനുഭവപ്പെടുക എന്ന് വെച്ചാൽ നമ്മുടെ സ്വാർത്ഥത അവിടെ കിടന്ന് കളിക്കുന്ന അർത്ഥമുണ്ട്. ഇപ്പൊ പ്രണയ അഭ്യർത്ഥന, പ്രണയ ബന്ധത്തിനകത്ത് ഇങ്ങനെ വരുന്നു. മറ്റു പല സ്നേഹബന്ധങ്ങളിലും എനിക്ക് ആ വ്യക്തിയിൽ നിന്ന് കിട്ടേണ്ട ചില കാര്യങ്ങൾ കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കുകയാണ്. ഇങ്ങനത്തെ നിലപാടിലേക്ക് വരുന്ന അനേക അവസരങ്ങളില്ലേ? നമ്മൾ ചിലപ്പോഴൊക്കെ ഇത് ഞാൻ ഒരു വിമർശനപരമായിട്ട് ചിന്തിക്കുമെന്ന് പറയുകയല്ല, പക്ഷെ എങ്കിൽ പോലും ഇപ്പോൾ ജീവിത പങ്കാളി പെട്ടെന്ന് മരിച്ചു കടന്നു പോകുന്ന സംഭവങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഭർത്താവ് മരിച്ചുപോയി, ഭാര്യയും കുഞ്ഞുങ്ങളും. ഭാര്യ പലപ്പോഴും കടന്ന് നിലവിളിക്കുമ്പോൾ പറയുന്നൊരു വാക്കായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്, ഇനി നമുക്കാരാ ഉള്ളത്, എനിക്കാരാ ഉള്ളത്, എന്നെ തന്നെ ആക്കിയിട്ട് പോയില്ലേ, എനിക്കിനി ആരാ ഉള്ളത്, ഞാൻ ആരുടെ കൂടെ ആ നടന്നിന് വർത്താനം പറയുന്നത്, ആരാ എൻ്റെ കൂടെ വരുന്നത്, അല്ലെ പിള്ളേരെ മക്കളെ നമുക്കിനി ആരാ ഉള്ളത്, ഇങ്ങനെ പറഞ്ഞുള്ള ഒരു കരച്ചിലിൻ്റെ ഒരു 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 വിഷയം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, കേൾക്കാറുണ്ട്. അപ്പം അവിടെ ശരിക്കും കരയുന്നത് എന്തിനാ? ഈ മരിച്ചുപോയ വ്യക്തി, ആ വ്യക്തിയുടെ അവസ്ഥ എന്താണ്, ആവശ്യം എന്താണ് എന്നുള്ള ചിന്തയെ അവിടെ വരുന്നില്ല. പെട്ടെന്നുള്ള മരണമാണ് പ്രത്യേകിച്ചും. മരിക്കുമ്പോൾ ആ മരിച്ച വ്യക്തി കടന്നുപോയി, ആ വ്യക്തിയുടെ നിത്യത എവിടെയാണ്, എന്താണ് ആ വ്യക്തി ഇപ്പോൾ ദൈവത്തിന്റെ വിധിയാടന്റെ മുമ്പിൽ, വിധി സംവാസത്തിന് മുമ്പിൽ എന്ത് നിൽക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് ആവശ്യമായിട്ട് നിൽക്കുന്നു, ആ വ്യക്തി നമ്മളെ നോക്കിയിട്ട് നിത്യതയിൽ നിന്ന് എന്താണ് ആവശ്യപ്പെടുന്നത്, ഇതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ ഈ വ്യക്തിയെ, എനിക്കിനി എന്ത് ചെയ്യും, എനിക്കാരാ ഉള്ളത്, അങ്ങനെ കരയുമ്പം അവിടെ പരസ്യമായിട്ട് തന്നെ ആ വ്യക്തി ഏറ്റു പറയുന്നത് എനിക്ക് കിട്ടാനുള്ളത് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള അതൊരു സ്വാർത്ഥതയുടെ അല്ലേ. അപ്പൊ ഇവിടെ ഈശോ പറയുന്നത് എന്നതാ, സ്നേഹിതന് വേണ്ടി അങ്ങോട്ട് ജീവൻ അർപ്പിക്കുക, അതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഇപ്പൊ ഞാൻ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. അപ്പം ബന്ധങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് എനിക്ക് ഇങ്ങോട്ട് എന്ത് കിട്ടുന്നുള്ളതല്ല, ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്ത് കൊടുക്കണം എന്ന് ചിന്തിക്കണം എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. അത് എന്തുമാത്രം കൊടുക്കണം? ഈശോ പറയണം ജീവൻ അർപ്പിക്കുക. ജീവൻ അർപ്പിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പം ജീവൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഭൂമിയിലുള്ള നിലനിൽപ്പിന്റെ മാക്സിമമാണ്. ഈ ഭൂമിയിലെ നിലനിൽപ്പ് പോലും ഉപേക്ഷിച്ച് കൊടുത്തുകൊണ്ട് അങ്ങനെ സ്നേഹിക്കുന്ന ആളിന് വേണ്ടി മരിക്കുന്നതാണ് ഏറ്റവും വലിയ സ്നേഹം എന്നൊരു ചിന്ത വേണം ഇവിടെ പെട്ടെന്ന് തോന്നാം. പക്ഷെ സ്നേഹിക്കുന്ന ആളിന് വേണ്ടി എന്ന് പറയുമ്പം ചിലപ്പോഴൊക്കെ
ഈ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്ന ആ കേസിന് വിരുദ്ധമായിട്ട് ചിലപ്പം ചില വ്യക്തികളൊക്കെ മറ്റൊരാള് എന്നതാ നിന്നോട് എനിക്ക് നിന്നോട് സ്നേഹം പ്രകടമാക്കാൻ വേണ്ടി ഞാനിത് ചാവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറിപ്പ് എഴുതി വെച്ചിട്ട് പോയി ആത്മഹത്യ ചെന്ന് ട്രെയിനിന് മേലെ ചാടാൻ പോകുന്നു, എനിക്ക് നിന്നോട് സ്നേഹം കൊണ്ട് ഞാൻ മരിക്കാൻ പോവാൻ എന്ന് പറയുന്ന വേറൊരു വശം നമ്മൾ കാണാറുണ്ട്. ഇത് വേറൊരു വഴിവെടുപ്പിൻ്റെ വശം തന്നെയാണ്. അപ്പം സ്നേഹം കാണിക്കാൻ വേണ്ടി ഞാൻ കത്തിയെടുത്ത് എൻ്റെ കഴുത്ത് കണ്ടിക്കാൻ പോവുക, അല്ലെങ്കിൽ ഇത് ട്രെയിനിന് മേലെ ചാടാൻ പോവുക എന്ന് പറയുന്നത് ഈശോ പറയുന്ന സ്നേഹമാണോ? സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നത് ഒക്കെ സ്നേഹമില്ല. ഇത് ഞാൻ സ്നേഹത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ പോവുക, അത് സ്നേഹത്തിന് വേണ്ടിയല്ല, മറ്റു ചിലത് കിട്ടാൻ വേണ്ടിയിട്ട്, മറ്റേത് കാണിക്കാൻ വേണ്ടിയിട്ട്, ചില പകരം വെട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള എന്തോ ഒരു പരാക്രമം മാത്രമേ അതാകുന്നുള്ളൂ. സ്നേഹിതന് വേണ്ടി എന്ന് പറയുമ്പോൾ സ്നേഹിതന് എന്താണ് വേണ്ടത്? ഇത് നമ്മൾ ചിന്തിക്കണം. സ്നേഹിതന് എന്താണ് വേണ്ടത്? സ്നേഹിതന് എന്താ വേണ്ടത്? സ്നേഹിതനോ സ്നേഹിതയോ ആരെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന എല്ലാ ബന്ധങ്ങളെ കുറിച്ചുമാണ് പൊതുവായിട്ട്. ഇപ്പോൾ ഈ ഈശ്വര കൽപ്പന അങ്ങനെയാണല്ലോ. അതിൽ നിന്നാണ് നമ്മൾ പൗലോസ് അപ്പോസ്തലൻ ഭർത്താക്കന്മാർ പറയുന്നത്, ക്രിസ്തു നമ്മളെ സഭയെ സ്നേഹിച്ചതുപോലെ എന്ന് പറയുന്നതിന് അടുത്ത ആപ്ലിക്കേഷൻ വരേണ്ടത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് അപ്പസ്തലൻ കണ്ട് വെക്കുന്ന ക്രിസ്തു സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞാണല്ലോ. അപ്പൊ ക്രിസ്തു സ്നേഹിച്ചത് എങ്ങനെയാണെന്നുള്ളതിന് ഈശോ തന്നെ പറയുന്ന മോഡലാണിത്. സ്നേഹത്തിനോട് ജീവൻ അർപ്പിക്കുന്നു, അതാണ് ഏറ്റവും വലിയ സ്നേഹം. അങ്ങനെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈശോയാണ് നമ്മുടെ സ്നേഹിതര്. ഈശോയുടെ അപ്പസ്തലന്മാർ പറയുന്നുണ്ടല്ലോ, ഇനി ഞാൻ നിങ്ങളെ ദാസരെന്ന് വിളിക്കുകയില്ല, പിതാവെന്ന് കേട്ടതല്ല നിങ്ങളെ അറിയിക്കുന്ന സ്നേഹിതരാണ്. അപ്പൊ സ്നേഹിതരായി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയിട്ട്? എന്ത് കിട്ടാൻ വേണ്ടി? സ്വർഗത്തിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി. 14-ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ ഈശോ പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നതല്ല, ഞാൻ പോയി പിതാവിന്റെ ഭവനത്തിലെ സ്ഥലം ഒരുക്കിയിട്ട് വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും, നാം ഒരുമിച്ചായിരിക്കും. അപ്പൊ അതാണ് ഈശോ പോകുന്നതിന്റെ ഉന്നം. ഈ പോക്കെന്ന് പറയുന്നതാണ് ഈശോയുടെ മരണം. അപ്പം സ്വർഗത്തിലെ സ്ഥലം ഒരുക്കാൻ, സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കാൻ, വാതിൽ തുറക്കാൻ, അങ്ങനെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശോ പോകുന്നത്. മറ്റൊരു രംഗം നമുക്കറിയാം, ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തു പ്രയോജനം എന്ന് ചോദിക്കുന്ന രംഗം നമുക്ക് സുശിഷ്ടന്മാർ പങ്കുവെക്കുന്നുണ്ടല്ലോ. ജീവന് പകരമായിട്ട് എന്ത് കൊടുക്കും? ആ ജീവൻ എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ ജീവനല്ല, നിത്യജീവനാണ്, ആത്മാവിന്റെ ജീവൻ, ആത്മാവിന്റെ രക്ഷയാണ്. അപ്പൊ നിത്യരക്ഷ. അപ്പൊ അവിടെ അതങ്ങനെ പറയുമ്പോൾ നിന്റെ നിത്യരക്ഷയാണ് നിനക്ക് ഏറ്റവും ഒന്നാമതായിട്ട് വേണ്ടത് അർത്ഥമാക്കുന്നില്ലേ? ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിത്യജീവൻ പ്രാപിക്കുക എന്നുള്ളതാണ്. പഴയ വേദോപദേശം 33 ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടുള്ള പഴയൊരു വേദോപദേശത്തെ കുറിച്ച് അച്ഛൻ്റെയൊക്കെ മൂന്ന് തലമുറയുടെ ചെറുപ്പകാലങ്ങളിൽ പള്ളിയിലൊക്കെ പഠിപ്പിക്കുന്ന വേദോപദേശം അങ്ങനെയായിരുന്നു. ഞാൻ കൊച്ചുനാളായ വേദോപദേശം കണ്ടിട്ടുണ്ട്. പിന്നീടാണ് പുതിയ വേദപാഠ പുസ്തക പരമ്പരയും സിലബസും എല്ലാം വന്നത്. അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ആരാണ് നിന്നെ സൃഷ്ടിച്ചത്? ഉത്തരം, ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. ദൈവം എന്തിനാണ് നിന്നെ സൃഷ്ടിച്ചത്? തന്നെ അറിഞ്ഞ് സ്നേഹിച്ച് കൽപ്പനയൊക്കെ പാലിച്ച് സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഏകദേശം ആശയം അങ്ങനെയാണ്. അപ്പൊ സ്വർഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടി ദൈവം എന്നെ സൃഷ്ടിച്ചു, ഇതാണ് എന്നെ രക്ഷിച്ചു അതിനു വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം സ്വർഗം പ്രാപിക്കുക, ദൈവത്തിന്റെ പക്കൽ എത്തുക എന്നുള്ളതാണ്. നമ്മുടെ ധ്യാനം മുഴുവന്റെ ആരംഭത്തിൽ കണ്ടതായ അല്പം പ്രാകൃതം എന്ന് തോന്നുന്നൊരു ഉദാഹരണമാണ് ചെന്നായി തട്ടിക്കൊണ്ട് പോകുന്ന കൊച്ചിന്റെ കാര്യം. എങ്കിൽ പോലും അവിടെ സഭ അല്ലെങ്കിൽ സത്രത്തിലെ കൊണ്ട്, അല്ലെങ്കിൽ എന്നതാ ആശുപത്രി കൊണ്ടുവന്ന് ചെന്നായി കൂട്ടിന്ന് കൊച്ചിനെ കൊണ്ടുവന്നാക്കുന്നത് അപ്പന്റെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പ്രമാണമെല്ലാം കണ്ടു കഴിഞ്ഞ കാര്യമാണത്. പിതാവിന് ഭർത്തരിക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് ഈശോ വ്യക്തമാക്കുന്നു. എന്ത്? സ്വർഗം പ്രാപിക്കുക, നിത്യരക്ഷ പ്രാപിക്കുക, പിതാവിന്റെ ഭവനത്തിൽ എത്തുക, ഇതാണ്. അപ്പൊ സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉൾച്ചേർന്ന് കിടക്കുന്നതും ഈശോ തന്റെ മോഡലിൽ കാണിച്ചിരുന്നതുമായ കാര്യം എന്താണ്? സ്നേഹിതരായിരിക്കുന്നവര് സ്വർഗത്തിലെത്താൻ വേണ്ടി ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ത്യാഗവും ജീവൻ അർപ്പിക്കേണ്ടി വന്നാൽ അതുപോലും ഉൾപ്പെടെ എന്ത് ത്യാഗവും ചെയ്യാൻ ഞാൻ തയ്യാറായിരിക്കുക. ഇതാണ് സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്ന് പറയുമ്പോൾ. അല്ലാതെ അവന് വേറെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി, ചില ആൾക്കാർ ചില പദ്ധതി കാണാൻ നമുക്ക് ഞാനങ്ങ് ചത്തു കഴിഞ്ഞാൽ എൻ്റെ കുടുംബം രക്ഷപ്പെട്ടുകൊള്ളൂല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായി. ഇത് എനിക്കറിയാവുന്നൊരു കേസിലൊക്കെ സംഭവിച്ചു, മറ്റു പല കേസ് സംഭവിക്കുന്നുണ്ടാവും എനിക്കറിയാം. ചിലരൊക്കെ ഇങ്ങനെ വലിയ ഇൻഷുറൻസ് എടുത്ത് വെച്ചിട്ട് വലിയ തുകയ്ക്കുള്ള ഇൻഷുറൻസ് എടുത്ത് വെച്ച് തവണ അടയ്ക്കാൻ തുടങ്ങി വെച്ചിട്ട് അവർക്ക് അടയ്ക്കാൻ പറ്റുന്ന തുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പോയി ആത്മഹത്യ ചെയ്യുന്നു.
അപ്പോൾ എന്താ, എൻ്റെ കുടുംബം രക്ഷപ്പെടട്ടെ, അപ്പോൾ ഇൻഷുറൻസ് തുക കിട്ടുമല്ലോ. അങ്ങനെയൊക്കെയുള്ള ചില പ്രാകൃത പൈശാചിക ചിന്തകൾ. കുടുംബത്തിന് ഇൻഷുറൻസ് തുക കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവൻ സ്വർഗം നഷ്ടപ്പെടുത്തി നരകത്തിലേക്ക് പോകുന്ന മനുഷ്യൻ. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വേറൊരു മനുഷ്യൻ, ഞാൻ പറയുമ്പോൾ മനുഷ്യൻ ചിന്ത ചെയ്താണ്, ഒരു കുടുംബനാഥന് ഒത്തിരി സാമ്പത്തിക ബാധ്യത എല്ലാം ഉണ്ട്. അപ്പം പക്ഷെ സാമാന്യ സമൂഹത്തിൽ നല്ല നിലയിൽ ജീവിച്ച് വന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് ആരും അങ്ങനെ അവിടെ പിന്നെ പോയി പൈസ ചോദിക്കാനോ യാചിക്കാനോ ഒന്നും പറ്റുകയില്ല. പക്ഷെ അതല്ലാണ്ട് ഞെരുങ്ങുകയാണ്, നിസ്സഹായതയാണ്, പിള്ളേർ കിടകാര്യം ചെയ്യാനൊക്കെ പറ്റുന്നില്ല. അപ്പം ആ മനുഷ്യൻ ചിന്തിച്ചൊരു ചിന്ത ഇതാണ്, ഞാൻ അങ്ങ് മരിച്ചേക്കാം, എന്നാൽ പിന്നെ എൻ്റെ ഭാര്യയും പിള്ളേരും ഒക്കെ അനാഥരായി കഴിയുമ്പം നാട്ടുകാരും എല്ലാവരും സഹായിച്ചോളും. അങ്ങനെ ചിന്തയെടുത്തിട്ട് ഈ മനുഷ്യൻ പോയി ആത്മഹത്യ ചെയ്തു. എനിക്കറിയാവുന്നൊരു കേസാണത്. ഇതാണ് ഉദ്ദേശം. അങ്ങനെ ഞാനങ്ങ് പോയാൽ എല്ലാവരും സഹായിച്ചോളൂല്ലോ. ശരിയാണ്, ആൾക്കാർ ഒത്തിരി അനാഥമായി പോയ കുടുംബത്തെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിലായിരുന്നു അവരെ സഹായിക്കാനൊക്കെ മുന്നോട്ട് വന്നു. പക്ഷേ അങ്ങനെ കുടുംബത്തിന് വേണ്ടി ഞാൻ മരിക്കുകയാണെന്ന ചിന്ത എടുത്തത് ശരിയല്ല. അപ്പൊ സ്വന്തം ജീവൻ നഷ്ടമാക്കിയിട്ട് എന്താ കർണവർ പറയാം, താൻ ചത്ത് മീൻ പിടിക്കരുതെന്ന് പറയും. താൻ ചത്ത് മീൻ പിടിക്കരുത്. നമ്മളുടെ എക്സിസ്റ്റൻസ് അസ്തിത്വം ഇല്ലെന്നാക്കിയിട്ട് മീൻ പിടിച്ചു കൊടുത്തിട്ട് എന്നെ കാണിക്കാനായിട്ടാണ്. അതൊരു ഭൗതിക കാഴ്ചപ്പാടിൽ പറയുന്നതാണ്. അതിൻ്റെ ആത്മീയ കാഴ്ചപ്പാട് ഈശോ പറയുന്നത്, ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടത് എന്ത് പ്രയോജനം? അപ്പൊ നമുക്ക് വേണ്ട ഏറ്റവും ഒന്നാമത്തെ കാര്യം ആത്മരക്ഷയാണ്, സ്വർഗപ്രാപ്തിയാണ്. അപ്പൊ സ്നേഹിതന് വേണ്ടതും അത് തന്നെയാണ്. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പൊ നമ്മൾ ജീവൻ അർപ്പിക്കുക, അല്ല അതിനിപ്പുറത്തോട്ട് ജീവൻ പോലും അർപ്പിക്കണമെങ്കിൽ ഈശോ പറയുന്നുണ്ടെങ്കിൽ ജീവനേക്കാൾ വില കുറഞ്ഞതായിട്ട് ജീവനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മുടെ സാന്നിധ്യം, നമ്മുടെ സമയം, നമ്മുടെ ഊർജം, നമ്മുടെ പണം, നമുക്കുള്ള സ്വാധീനം, കഴിവുകൾ, വീട്, പറമ്പ്, വസ്തുക്കൾ, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ ഈ കാര്യങ്ങൾ മുഴുവനും അതിൻ്റെ ആവശ്യ അനുസരണം നമുക്ക് ദൈവം ബന്ധത്തിൽ തന്നിരിക്കുന്ന സ്നേഹിതർ അല്ലെങ്കിൽ സഹോദരന് അല്ലെ പങ്കാളി, ആ വ്യക്തി നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഞാൻ ഇതിനെ ത്യജിക്കാനായിട്ട് തയ്യാറാകണം. ഇതാണ് അവിടെ അതിൻ്റെ അർത്ഥം, ആഴപ്പെട്ട് കിടക്കുന്ന അർത്ഥം അതാണ്. അപ്പൊ സ്നേഹിതന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ സ്നേഹമില്ലെന്ന് ഈശോ പറയുമ്പോൾ, സ്നേഹിതൻ അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടായിരിക്കുന്ന വ്യക്തികൾ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ഭാഗത്ത് എന്ത് ത്യാഗം ഞാൻ ചെയ്യും. കൊച്ചുറേസ്യയുടെ ജീവിതത്തിൻ്റെ കുഞ്ഞു സംഭവം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അവളുടെ കൊച്ചായിരിക്കുമ്പം അവൾ പത്രത്തിൽ വായിച്ചു, ഫ്രാൻസീനി എന്ന പേരായ ഒരു കൊലയാളിയെ, ഒരു ഭീകരനായ ഒരു കൊലയാളിയെ തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചു. പക്ഷെ അങ്ങേര് ഭയങ്കര വിദ്വേഷത്തിലാണ്, സഭാ വിരോധത്തിലാണ്, ദൈവനിന്ദയിലാണ്. വർഷങ്ങളായിട്ട് കൂതാശയൊന്നുമില്ല. ഫ്രാൻസിൽ എവിടെയാണ് സംഭവം നടന്നത്. അപ്പോൾ പത്രത്തിലെല്ലാവരും വാർത്ത വരികയാണ്. അപ്പോൾ അങ്ങനെ കുമ്പസാരിക്കാൻ തയ്യാറാകുന്നില്ല. മരണത്തിൻ്റെ ദിവസം അടുത്തടുത്ത് വരുന്നു. അപ്പോൾ കൊച്ചുരേസ്യ ഇത് പത്രത്തിൽ വായിച്ചിട്ട് വളരെ നമ്പരത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ഫ്രാൻസീനിയെ വധശിക്ഷയ്ക്ക് വരെയാക്കുന്നതിന് മുമ്പ്, വിധേയപ്പെടുത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഒന്ന് മാനസാന്തരപ്പെട്ട് ഒന്ന് കുമ്പസാരിക്കണേ, ദൈവത്തെ ഒന്ന് വിളിക്കണേ എന്ന് ഇവിടുന്ന് ഒന്നൊന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ച് അവസാന ദിവസം വരെയും വൈദികൻ ചെന്നിട്ട് നോ പറഞ്ഞു എന്ന മനുഷ്യൻ അവസാനം വധശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം വന്നു. അന്നത്തെ വാർത്ത പത്രത്തിൽ വരുമ്പോൾ കൊച്ചുരേസ്യ വായിച്ചു, ഈ കൊലക്കയറിലേക്ക് ആനയിക്കപ്പെട്ട മനുഷ്യൻ. അപ്പം അച്ഛൻ ഇങ്ങനെ ഒപ്പം നിൽക്കുകയാണ്, പുറകെ നിൽക്കുകയാണ്. അവസാനമായിട്ടെങ്കിലും അദ്ദേഹം ആവശ്യപ്പെട്ടാൽ പാവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുരിശുരൂപം കൈപ്പിടിച്ചോണ്ട് നിൽക്കുന്നു അച്ഛൻ. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അന്തരീക്ഷമുണ്ട്, പ്രത്യേകിച്ച് കാത്തോലിക്ക രാജ്യമായിരുന്നല്ലോ, അതിലാണ് ഇപ്പോഴും ഫ്രാൻസ്. അപ്പൊ അങ്ങനെ നിന്നപ്പോൾ ഈ കഴുമരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അങ്ങേരെ തിരിഞ്ഞ് അടുത്ത് നിന്ന് അച്ഛൻ്റെ കയ്യിലെ ക്രൂശ് രൂപം ചുംബിച്ചു. ഇങ്ങനെ ഒരു വാർത്ത, അതിൻ്റെ ഫോട്ടോയോ പത്രത്തിൽ പിറ്റേ ദിവസം വന്നു. അപ്പൊ കൊച്ചുരേസ്യ അതിനെ ഒരു അടയാളമായിട്ടെടുത്തു, തൻ്റെ പ്രാർത്ഥന കേട്ടതായിട്ടും. അപ്പൊ കൊച്ചുരേസ്യ പ്രാർത്ഥിച്ചത് ആ മനുഷ്യൻ സ്വർഗത്തിൽ പോകണം, നരകത്തിൽ നശിക്കരുത്, അനുതാപത്തിന്റെ ആ ഒരു മാർഗത്തിലൂടെ സ്വർഗത്തിലേക്ക് ശുദ്ധീകരണത്തിലേക്കെങ്കിലും കയറണം, അതിൻ്റെ അടയാളം തരണമെന്ന് പ്രാർത്ഥിച്ച ആ അടയാളം അവർക്ക് കിട്ടിയതാണ് ഈ ഒരു ആ മനുഷ്യൻ്റെ പ്രവൃത്തിയെ പറ്റിയുള്ള വാർത്ത കിട്ടിയത്. അപ്പൊ അങ്ങനെ കൊച്ചുരേസ്യ ചെയ്തത് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പ്രാർത്ഥിക്കുക എന്നുള്ള കുഞ്ഞു കാര്യമല്ല, ഏറ്റവും വലിയ കാര്യമാണ്. അറിഞ്ഞ് നൊമ്പരമെടുത്ത് പ്രാർത്ഥിച്ച് തിന്മയുടെ തടസ്സങ്ങളെ നീക്കാനുള്ള കൃപ വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പരോപകാര പ്രവൃത്തി. ശരീരം മരണത്തിനായിട്ട് വിട്ടുകൊടുക്കുന്നത് പറഞ്ഞ പോലെ തന്നെ ഗൗരവമാണ്. കാരണം സ്വന്തം സാന്നിധ്യവും നമ്മുടെ സമയവും എനർജിയും എല്ലാം നമ്മൾ തമ്പുരാന്റെ മുമ്പിൽ വെച്ചിട്ട് ആ വ്യക്തിക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ സ്വർഗത്തിന്റെ ശക്തി അങ്ങോട്ട് കിട്ടുകയാണ്. അപ്പൊ നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ട് ഇടപെടുക, നിലകൊള്ളുക എന്നുള്ള ആശയം.
അപ്പോൾ നമ്മൾ എഫെസോസ് ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിൽ പുരസഭസ്ഥലം പറയുന്നല്ലോ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ഇതാണ്. അപ്പൊ അതിന്റെ ഒരു ആശയം നമ്മൾ എടുക്കുകയായിരുന്നു. ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? വീണ്ടും പറയുകയാണ്, ക്രിസ്തു തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ. അപ്പൊ ക്രിസ്തുവിന്റെ സ്നേഹം ഒരു സമർപ്പണത്തിലേക്ക് വന്നു. ആ സമർപ്പണം അവളെ വിശുദ്ധീകരിക്കാനായിട്ടാണ്. കാര്യം ഇവിടെ വ്യക്തമാണ്, അതിൽ തന്നെ വാക്യത്തിൽ വ്യക്തമാണ്. എങ്കിൽ നമ്മളത് ഒന്ന് ആഴപ്പെട്ട് കണ്ടുവരികയായിരുന്നു. അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കേണ്ടത്, അല്ല അധികാരികൾ അധീനരെ സ്നേഹിക്കേണ്ടത്, അല്ലെങ്കിൽ ആത്മീയ ചുമതലയുള്ളവര് ചുമതലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്നവരെ സ്നേഹിക്കേണ്ടത്. എന്നിട്ട് വീണ്ടും അതിന്റെ വിശുദ്ധീകരണ പുസ്തകം പറയുകയാണ്, അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി, ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയും ആയിരിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരത്തെ എന്നുള്ള സ്നേഹിക്കണം. അപ്പൊ ഈശോയുടെ സ്നേഹത്തിന്റെ ഇവിടെ അപ്പസ്തലൻ അടിവരയിട്ട് പറയുന്ന മാതൃക രംഗം പ്രവൃത്തി എന്ന് പറയുന്നത് സഭയെ വിശുദ്ധീകരിക്കാൻ വേണ്ടി സ്വയം ബലിയായിട്ട് അർപ്പിച്ചു. ജലം കൊണ്ട് കഴുകി തൻ്റെ ഹൃദയത്തിൽ നിന്നൊരു ജലം നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടു. കരുണയുടെ തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ നാലമ്പത്തിരിക്കുന്ന വരികയുണ്ടായി. അപ്പോൾ അവിടെ ഈശോ സ്നേഹിച്ചത് തൻ്റെ അവസാനത്തുള്ള രക്തവും വെള്ളവും കൂടെ ഒഴുക്കി കൊടുത്ത് ആ മുറിവിലേക്ക് തോമാശ്രീയുടെ അവിശ്വാസത്തെ തോമസയെ പ്രവേശിപ്പിച്ച ആ അവിശ്വാസത്തെ കഴുകി അത് മുതൽ ഇതുവരെയും സകല ഈശോയ്ക്ക് പിതാവ് ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യ മക്കളുടെ പിതാവിനിക്ക് നൽകുന്നവർ ആരും ഞാൻ നഷ്ടപ്പെടുത്തരുന്ന അവിടുത്തെ തിരിക്കണം. ഈശോ പറഞ്ഞ നമുക്കറിയാം, എൻ്റെ അടുത്ത് വരുന്ന ആരും അവനെ തിരസ്കരിക്കുകയില്ല. ഈ ചെറിയവർ ഒരാൾ പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ ബലിയായിട്ട് പിതാവ് ഏൽപ്പിച്ചു കൊടുത്തത്. ഇതെല്ലാം നമുക്ക് അതിനറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിശുദ്ധീകരണ പ്രക്രിയയുടെ ബന്ധമാണ്, വിശുദ്ധീകരണത്തിന്റെ ബന്ധമാണ് ഈശോ സഭയുടെ നേർക്ക് പുലർത്തുന്നത്. അപ്പൊ ആ മനോഭാവം തന്നെയാണ് ഒരു ഭർത്താവ് ഭാര്യയുടെ നേർക്ക് പുലർത്തേണ്ടത്. കറയോ ചുളിവോ കളങ്കമോ ഒന്നുമില്ലാതെ അവളെ വിശുദ്ധയായിട്ട് തൻ്റെ ഒപ്പം സൂക്ഷിക്കാനായിട്ട് സാധിക്കുക. തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറയാം, സഭയെ ഈശോ തൻ്റെ തന്നെ മണവാട്ടിയായിട്ട് നമ്മുടെ വെളിപാട് അവസാന പുസ്തകം 19-20 വായിക്കുന്നുണ്ടല്ലോ. കുഞ്ഞാടിന്റെ മണവാട്ടിയെ ഞാൻ കാണിച്ചു തരാം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കുഞ്ഞാടിന്റെ മണവാട്ടിയെ കണ്ടു. അത് പുതിയ ജെറുസലേമായിരുന്നു. അപ്പോൾ കുഞ്ഞാടിന്റെ മണവാട്ടി പുതിയ ജെറുസലേം. ആ പുതിയ ജെറുസലേം നമുക്കറിയാം സഭ മുഴുവനുമാണ്. അപ്പം ആ കുഞ്ഞാടിന്റെ മണവാട്ടി കുഞ്ഞാടിനോടൊപ്പം സ്വർഗീയ മണവറെ സ്വർഗത്തിൽ ഒരുമിച്ചായിരിക്കുന്നു. ഈശോയുടെ അന്ത്യത്തായുടെ പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് പിതാവേ, യോഹന്നാൻ 17 അങ്ങ് എനിക്ക് ആദ്യം നൽകിയ മഹത്വം അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നവരെ കാണാൻ അവരും എന്നോടൊപ്പം ഞാൻ ആയിരിക്കുന്നിടത്ത് ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്, ഹല്ലേലൂയ, വിശുദ്ധീകരിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ മറ്റേയാളിനെ വിശുദ്ധീകരിക്കാനായിട്ട് കിടന്ന് തത്രപ്പെടുന്നത് മാത്രമല്ല, തനിക്ക് തന്നെയാണ് പ്രതിഷ്ഠിക്കുന്നത്, തൻ്റെ കൂടെ തന്നെയാണ് ചേർക്കുന്നത്. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? താൻ വിശുദ്ധിയിലാണ്. യോഹന്നാൻ 17:19 പറയുന്ന പോലെ അവര് വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. അപ്പൊ ആദ്യം അത് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യം ഭർത്താവായിരിക്കുന്ന വ്യക്തി തന്നെ തന്നെ വിശുദ്ധീകരിച്ച് കറയും കളങ്കവും ചുളിവില്ലാത്ത അവസ്ഥയിൽ സ്വയം സൂക്ഷിക്കണം. അങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ തൻ്റെ പങ്കാളിയെ തനിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഭാര്യ ആ രീതിയിൽ സൂക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അവളെ വിശുദ്ധി സ്വർഗത്തിൽ കയറ്റിവിട്ട് ഞാൻ നരകത്തിൽ പോകണം എന്നുള്ള പരിപാടി നടക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ ഇടയ്ക്ക് പറഞ്ഞില്ലേ, ഈ ഒരാളുടെ ഉടുപ്പയിൽ ചെടി പൊടി പറ്റിയിരിക്കുന്ന കരി പറ്റിയിരിക്കുന്ന കണ്ട് നമ്മൾ തൂത്ത് കളയാനായിട്ട് ചെല്ലുമ്പം നമ്മുടെ കയ്യിൽ അപ്പടി കരിയും മണ്ണും ചെളിയാണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ അവരെ തൂക്കാനായിട്ട് ചെല്ലുമ്പം അവരുടെ ആ കരട് പോകുമായിരിക്കും ഇല്ലായിരിക്കും. പക്ഷെ അതിനേക്കാൾ പോയാലും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കരിയും ചെളി അവിടെ തൂത്ത് പിടിപ്പിക്കും. അതാണ് ഈശോ പറയുന്നത്. മത്തായി 5 ഈശോ പറയുന്നത്, മത്തായി 7 ഈശോ പറയുന്ന ആദ്യ വാക്യങ്ങളിൽ, നിന്റെ കണ്ണിലെ കമ്പെടുത്ത് കളഞ്ഞിട്ട് മതി സഹോദരന്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ. ആദ്യം നിന്റെ കണ്ണ് ശരിയാക്ക്, എന്നിട്ട് മതി മറ്റുള്ള നന്നാക്കാൻ പോകാൻ. എന്ന് വെച്ചാൽ സ്വയം വിശുദ്ധീകരിക്കാതെ ആർക്കും മറ്റുള്ള വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവിടെ ഭർത്താക്കന്മാർക്ക് ഉപദേശം പറയുമ്പോൾ ഇവിടെ അപ്പസ്തലൻ ഒരു കാര്യം നേരത്തെ തന്നെ മുൻകൂട്ടി കരുതി വെച്ചിരിക്കുകയാണ്, ഉദ്ദേശിച്ചു, ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്, അങ്ങനെ വെച്ചിരിക്കുക. എന്താണ്? ഭർത്താവ് വിശുദ്ധിയിലാണ്. ഭർത്താവ് കറയും കളങ്കവും ചുളിവില്ലാതെ തൻ്റെ ജീവൻ സൂക്ഷിക്കുന്ന വ്യക്തിയാണ്.
അങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മറ്റൊരാളെ ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. തനിക്കില്ലാത്ത കൊടുക്കാൻ പറ്റി. നമ്മൾ കണ്ടത് നമ്മൾ നേരത്തെ ബോധ്യം, സഹോദരൻ തെറ്റ് ചെയ്താൽ ബോധ്യം കൊടുക്കുക എന്നുള്ള ആശയത്തിൽ പറഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ്. ആ ബോധ്യം കൊടുക്കലെന്ന് പറയുന്നത് പല രീതിയിലുണ്ട്. അത് ശിക്ഷണം കൊടുത്ത്, ശിക്ഷണം അനുവദിച്ചുകൊണ്ട് ശിക്ഷ കൊടുത്തവരൊക്കെ സാധിക്കും. അപ്പം അങ്ങനെ ശിക്ഷ കൊടുത്തുകൊണ്ട് ബോധ്യപ്പെടാൻ നോക്കുമ്പോൾ ആദ്യം ഈ കൊടുക്കുന്ന ആള് തന്നെ ആ ഒരു വിശുദ്ധിയുടെ ആത്മീയ തെളിച്ചത്തിൻ്റെ നിറവിലായിരിക്കണം. അപ്പം ഇവിടെ ഈ ഭാര്യയെ അല്ലെങ്കിൽ ഇപ്പോൾ മാതാപിതാക്കൾ മക്കളെ ഉയർത്തിയെടുക്കാനായിട്ട് നോക്കുമ്പം അവർ തന്നെ ആദ്യം ഈ ഒരു തെളിച്ചത്തിൽ ആയിരിക്കണം, വിശുദ്ധിയിൽ കറയും കളങ്കവും കുറവില്ലാതെ ആയിരിക്കണം. എങ്കിലേ മക്കളെ അങ്ങനെ ഉയർത്താൻ പറ്റുള്ളൂ. നമ്മൾ പറയല്ലേ, തള്ളഞ്ഞണ്ട് മക്കളെ നേരെ മുന്നോട്ട് നടക്കാൻ പഠിപ്പിക്കുന്ന പോലെ എന്നൊരു പറഞ്ഞലുണ്ട്. എന്നുവെച്ചാൽ തള്ളഞ്ഞണ്ട് പുറകോട്ട് നടക്കുന്നു, എന്നൊരു കുഞ്ഞുങ്ങളെ മുന്നോട്ട് നടക്കാനായിട്ട് പഠിപ്പിക്കുക. അത് ശരിയാവുകയല്ല. എന്നുവെച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. മാതാപിതാക്കള് അല്ലെ അധ്യാപകര് അല്ലെങ്കിൽ അധികാര സ്ഥാനത്തുള്ള അധിസ്ഥാനത്തുള്ളവര് അവര് ആയിരിക്കുന്ന വിശുദ്ധിയുടെ, സ്നേഹത്തിന്റെ, നന്മയുടെ, ഇവിടുത്തെ വാക്കുകൾ പറഞ്ഞ കളയോ കളങ്കമോ ചുളിവോ ഇല്ലാത്ത അവസ്ഥ, അങ്ങനെ നിന്നുകൊണ്ട് വേണം താഴെയുള്ളവരെ കൂടെ ചുമതല കേൾപ്പിക്കപ്പെടുന്നത് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട്. ഒരു പൂന്തോട്ടത്തിലെ ഫൗണ്ടനിൽ നിന്ന് പൊങ്ങുന്ന വെള്ളത്തിന്റെ ഉയരമെന്ന് പറയുന്നത് ആ ഫൗണ്ടൻ ബന്ധപ്പെട്ട് നിൽക്കുന്ന ടാങ്കിന്റെ വെള്ളത്തിന്റെ ഉയരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് നമുക്കറിയാം. ടാങ്ക് എന്ന് മാത്രം ഉയരത്തിലാണോ വെള്ളത്തിൽ നിറഞ്ഞാണോ അതനുസരിച്ച് ഈ ഫൗണ്ടനിലെ വെള്ളത്തിൽ പൊങ്ങാൻ പറ്റുള്ളൂ. അപ്പം എന്ന് പറഞ്ഞിടത്തിൽ വശൂടെ കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയണം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന അപ്പസ്തലൻ പറയുന്നത് ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ മഹാരഹസ്യം അപ്പസ്തലൻ വ്യക്തമാക്കുന്നത് പങ്കാളി, ഭർത്താവ് ആയിരിക്കുന്ന വ്യക്തി തന്നെ കറയും കളങ്കവും ചുളിവുമില്ലാതെ വിശുദ്ധിയെ സൂക്ഷിച്ചിട്ട് ആ അവസ്ഥയിലേക്ക് ഭാര്യയെ ഉയർത്തിയെടുക്കാനായിട്ട് എന്ത് ത്യാഗവും സഹിക്കണം. ഈശോയുടെ മാതൃകയിൽ സ്വന്തം ജീവൻ അർപ്പിക്കുന്ന പോലെ ഉൾപ്പെടെയുള്ള ത്യാഗം. നമ്മളതേപ്പറ്റി പറഞ്ഞു. കരുണക്കൊന്തയുടെ പശ്ചാത്തലം പറഞ്ഞപ്പോഴും ദൈവം സ്നേഹിക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോഴും ദൈവം മനുഷ്യരുടെ പാപങ്ങൾ അവർക്കെതിരെ പരിഗണിക്കാതെ പാപമറിയാത്തവരെ പരിഹാര ബലിയാക്കി എന്നൊക്കെ പറയുന്ന 2 കൊരിന്ത്യർ സഞ്ചര വചനങ്ങളെല്ലാം ഇവിടെ ചേർത്ത് വെക്കാം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഉന്നം വെച്ചുകൊണ്ട് വേണം മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കാൻ, ഭരണകർത്താക്കള് ഭരണീയരെ കൈകാര്യം ചെയ്യാൻ, അധ്യാപകര് വിദ്യാർത്ഥികളെ നയിക്കാൻ, സഭാപിതാക്കന്മാർ സഭാധ്യക്ഷന്മാര് ചുമതല ഏൽപ്പിക്കപ്പെട്ടവരെ നയിക്കാൻ, കൈകാര്യം ചെയ്യാൻ എന്നാണ് ഇവിടെ വചനം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊരു പക്ഷേ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളാരും ഒട്ടും തന്നെ ചിന്തിക്കുന്നില്ലാത്ത വേറൊരു ലോകത്തിലെ കാര്യം പോലെ തോന്നിപ്പോകുന്നു. ഇങ്ങനെയൊക്കെ ആരാ ചിന്തിക്കുന്നത്? ഏതെങ്കിലും ഭർത്താവ് ഭാര്യയെ തൻ്റെ ഒപ്പം സ്വർഗത്തിൽ എത്തിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് സ്നേഹിക്കുന്നതിനെ ആരാ ചിന്തിക്കുന്നത്? ഏതെങ്കിലും വികാരിച്ചൻ തൻ്റെ കൂടെ സ്വർഗത്തിൽ തൻ്റെ ഇടവക്കാരെല്ലാം ഉണ്ടായിരിക്കും ചിന്തിച്ചുകൊണ്ട് നീങ്ങുന്നുണ്ടോ? ആർക്കറിയാം? അങ്ങനെ ചിന്തിച്ചാൽ നമ്മുടെ ഭദ്രബിയ വിശുദ്ധൻ തൻ്റെ ആത്മീയ മക്കളെയൊക്കെ എഴുതിയപ്പോൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കും, സ്വർഗത്തിൻ്റെ വാതിക്ക് ചെന്നിട്ട് ഞാൻ പുറത്തു തന്നെ നിൽക്കും, നിങ്ങളെല്ലാവരും വന്ന് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഞാൻ അകത്തേക്ക് കയറുള്ളൂ എന്ന് ഭദ്രബിയ എഴുതുന്നുണ്ട്. എന്നുവെച്ചാൽ മക്കള്, അതാണ് അദ്ദേഹം ആയിരിക്കുന്നിടത്ത് തൻ്റെ ചുമതല കേൾപ്പിക്കപ്പെടുന്നത് എല്ലാവരും ആയിരിക്കണം. അതിനുവേണ്ടി ത്യാഗം ചെയ്ത് കാത്തു നിൽക്കുകയാണ്. അങ്ങനത്തെ സ്നേഹത്തിന്റെ ശൈലി, സ്നേഹമുള്ളവരെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ അടുത്ത സ്വലിൽ ബാക്കിയായിട്ട് കാണാം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. ഇപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ദൈവികാന സന്നിധിയിൽ ചേർക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ, മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന്
എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ദീപികാരുടെ നാഥനായ തിരുവോസ്വരൂപനായ അങ്ങ് ഞങ്ങളുടെ പക്കലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്ന ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ജീവനത്തിൽ സ്വയം ബലിയായി അങ്ങ് തന്നെ ഞങ്ങൾക്ക് പകുത്തു തന്നു. അത് ഞങ്ങൾ ജീവൻ പ്രാപിച്ച് പാപത്തിന്റെ അഴുക്കെല്ലാം നീക്കപ്പെട്ട അവസ്ഥയിൽ അങ്ങയെപ്പോലെ വിശുദ്ധിയിൽ വളർന്ന് കറയോ കളങ്കമോ ചുളിവുകളോ ഒന്നുമില്ലാതെ അങ്ങേക്ക് ചേർന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി, അല്ലെങ്കിൽ അങ്ങേക്ക് ചേർന്ന മണവാട്ടിയ സ്ഥാനത്ത് സഭകം ഒന്നായി അങ്ങയുടെ പുസ്തകത്തിൽ എത്തിച്ചു വരാൻ വേണ്ടിയിട്ടാണല്ലോ. സ്നേഹത്തിന് വേണ്ടി ജീവനോൽപ്പിക്കുന്ന പോലെ സ്നേഹമില്ലാതെ പഠിപ്പിച്ചതുപോലെയാണല്ലോ പൗരസപസ്ത്രത വെച്ച് ഞങ്ങൾ പഠിപ്പിക്കുക. ഞങ്ങൾ തിരിച്ചറിയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയെ ഞങ്ങളുടെ ചുമതലയ്ക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ എല്ലാവർക്കും വേണ്ടി അങ്ങ് സഭയ്ക്ക് വേണ്ടി മനുഷ്യമക്കൾക്ക് വേണ്ടി എങ്ങനെ നിലകൊണ്ടു അതുപോലെ നിലകൊള്ളുവാനുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. സ്തുതി, സ്തുതി, സ്തുതി. അമ്മയെ അമ്മയുടെ ഉപരഹൃദയത്തിലേക്ക് ഞങ്ങൾ തന്നെ ഞങ്ങൾ പുതുക്കി പ്രതിഷ്ഠിക്ക് ഞങ്ങൾ ചേർത്ത് പിടിക്കുക. ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ അന്തോനീസെ ഉണ്ണിശ്രഭ ഞങ്ങളുടെ മാതൃസഭയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, കത്തോലിക്ക സഭയിൽ എളിയ ദാസനം കരിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പാലാരൂപതിര വാഗൺ മണ്ഡപ ധ്യാനകേന്ദ്രത്തിന്റെ നിയമനാധികാരം അനുസരിച്ചും ഞങ്ങളുടെ പരിശുദ്ധ പരമ ദീപികാരന് തിരുസാന്നിധ്യ കാര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ മേലെ ഞങ്ങളുടെ ആശീർവാദ നാശം നൽകുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങൾ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരോടും നിയോഗ മേഖലയോടും കൂടെ വളരെ പ്രത്യേകമായി WWP കൂട്ടായ്മയിൽ അംഗങ്ങൾ ഓരോരുത്തരുടെ കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.